നമ്മൾ ശരിക്കും ഇങ്ങോട്ട് തന്നെയാണോ വന്നത്? ഓഫ് കോഴ്സ്. ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സ്ഥലം ഇത് തന്നെയാണ്. ഇദ്ദേഹം ഒരു ഫിലിം ആക്ടർ അല്ലേ? അവരൊക്കെ ഇദ്ദേഹത്തിന്റെ വലിയ ഫാനാ. ഞാനും ഇയാളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി, ആൻഡ് ഓൾസോ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്നുവെച്ചാ? ഞാൻ പറയാം. ഇദ്ദേഹത്തെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഇദ്ദേഹം എങ്ങനെ ഇത്ര ഫേമസ് ആയി എന്നറിയോ? ഇദ്ദേഹം കേവലം ഒരു മനുഷ്യനല്ല, ഒരു വലിയ ശക്തിയാണ്. ഉത്തരവാദിത്വ ബോധമില്ലാതെ നടക്കുന്ന വിക്രാന്തിനെ പോലുള്ളവർക്ക് ജീവിതം എന്താന്ന് കാട്ടിക്കൊടുത്ത ഒരു മനുഷ്യൻ. പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ധൈര്യത്തോടെ നേരിടണമെന്ന് പഠിപ്പിച്ച മനുഷ്യൻ. ഇദ്ദേഹത്തോളം നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ ആരുമില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി 1000 പേരുണ്ടായിരിക്കും. മാറാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാനുള്ള ഗുരുക്കന്മാരും അതേപോലെ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് സാധാരണയാണ്. എന്നാൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് സ്വപ്നം കാണുന്ന പോലെ കാണിച്ചു കൊടുക്കുന്നവർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതം എന്താന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഗുരുവാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് ജീവിതം എന്താന്ന് അറിയാനായിട്ട് ഇദ്ദേഹത്തെക്കാൾ വലിയൊരു ഉദാഹരണം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എടി അഞ്ജു, ആ പിശാചിനോട് വേഗം വരാൻ വേണ്ടി പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട് ചേച്ചി. വീട്ടിലേക്ക് തന്നെ വരണമെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നേ? അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. പിന്നെന്താ അവള് വരാത്തെ? അതിനെപ്പോഴും അവള് പറഞ്ഞ സമയത്ത് വരാറുള്ളത്. ആദിത്യ ചേച്ചിയോട് ഞാൻ ഫോൺ ചെയ്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതിനവള് ഏയ് അഞ്ജു, നിന്റെ തലക്കെന്താ വട്ടാണോ? വന്ന് വേദാന്ത ചേട്ടനെ പറ്റിയും എന്തൊക്കെയാ പറയുന്നേന്ന് അവള് ചോദിച്ചു. അവളോടെ വായടച്ച് മിണ്ടാതിരിക്കാൻ പറ. അവളാദ്യം വേദാന്ത് ചേട്ടൻ എന്ന് വായിട്ടലക്കാറില്ലേ, അത് നിർത്തട്ടെ. വേദാന്തേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ദൈവത്തിനാണെ കരുതിയില്ലാന്ന് പറഞ്ഞതിന് മതി നിർത്തടി. വേദാന്തേട്ടൻ നല്ലവനാണെന്ന് പറഞ്ഞു. അവർക്ക് വെറുതെ ഇരിക്കാൻ പാടില്ലേ? അവർ ഈ ചെയ്യുന്നതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന പണിയാണോ? അവർക്ക് ആരതി ചേച്ചിയോട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. ചേച്ചി സമ്മതിച്ചു കാണില്ല. അതുകൊണ്ട് ബലമായി പിടിച്ച് കാറിലിട്ട് കൊണ്ടുപോയതാണെങ്കിലോ? അവന് എത്ര ധൈര്യം ഉണ്ടായിട്ടാ? അല്ല, നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ചേച്ചിയെ ബലം പിടിച്ചു കൊണ്ടുപോകാൻ പാത്തിന് അത്രയ്ക്ക് ധൈര്യമുള്ള വലിയ ആളാണോ അവൻ? നമ്മളെ പറ്റി അവൻ എന്താ വിചാരിച്ചിരിക്കുന്നെ? അവന്റെ കൈയും കാലും തല്ലി ഒടിക്കുന്നവരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മു ചേച്ചിയോട് പറ മുതുക്കിയെ പോലെ പെരുമാറണ്ടാന്ന്. വേദാന്ത ചേട്ടന്റെ ഉദ്ദേശം നല്ലതായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നും പറഞ്ഞു. ഇനി അഹങ്കാരി എന്തൊക്കെ തെറ്റ് ചെയ്താലും, ഇനി മരണശിക്ഷ വിധിച്ചാ പോലും ഈ അതിഥി അവൻ ദൈവത്തെ പോലെയാണെന്ന് വാദിച്ച് ജഡ്ജിയെ പോലും വിശ്വസിപ്പിക്കും. അതെ, ഒരവസരം കിട്ടിയാൽ അവൾ അതും ചെയ്യും. അവൻ ചെയ്ത തെറ്റിന് മരണശിക്ഷ വിധിച്ചാലും അവന്റെ അവസാനത്തെ ആഗ്രഹം പോലും നടത്താതെ കൊന്നുകളയണം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? ഇനി ബാക്കി എന്താ ഉള്ള ചെയ്യാ? ഈ മാറ്ററിൽ എനിക്ക് വേറെ എന്തോ മണക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇദ്ദേഹത്തെ കുറിച്ച് അല്ലാതെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാൻ ചേട്ടാ. നിനക്ക് അറിയായിരിക്കും, പക്ഷെ അത് വളരെ കുറച്ചാ. നീ ഇനിയും ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാവോ? നിങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഫാൻസാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയാവോ? അതൊരു ഉപകാരമായിരിക്കും. എന്താ മോനെ പറയേണ്ടത്? പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നില്ലല്ലോ. എത്രയോ ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം എനിക്ക് ആ ദൈവത്തിനോട് ദേഷ്യമാ തോന്നാറുള്ളത്. സമാധാനമായിട്ടിരിക്കും.
ഇദ്ദേഹം ഇവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു സാധാരണ വ്യക്തിയെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും. പക്ഷെ ഒരു നന്മയുള്ള വ്യക്തിത്വത്തെ അദ്ദേഹം മരിച്ചാലും ഒരുപാട് പേര് മനസ്സിൽ ജീവിക്കും. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ എന്റെ പ്രായത്തിലുള്ള ആളുകൾക്കും അദ്ദേഹത്തോട് ഇഷ്ടവും ബഹുമാനവുമാണ്. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ചെയ്ത സംഭാവനകളുമുണ്ട്. ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. വ്യക്തിയെ മരിക്കുന്നുള്ളൂ, പക്ഷെ ഇദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹത്തിന് ജയ് വിളിക്ക്, ജയ് വിളിക്ക്, ജയ് വിളിക്ക്, ജയ്. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ പറയാൻ പറ്റും? ഇപ്പോഴും ഇദ്ദേഹം കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലുള്ളവർക്കും ഈ ലോകത്ത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലീസ് അദ്ദേഹത്തെ പറ്റി പറയൂ. മടി പിടിച്ചവർക്കും അലസർക്കും ഉള്ള വിപരീത പദമാണ് എന്നും അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ സ്പീഡ് എന്നാണ്. അദ്ദേഹം 35 വർഷങ്ങളോളം ജീവിച്ചിരുന്നുവെങ്കിലും ഇനി 100 വർഷത്തോളം അദ്ദേഹത്തെ എല്ലാവരും ഓർക്കും. ആക്ച്വലി എനിക്കൊരു സംശയം തോന്നുന്നു. അതേ സംശയം നിനക്കും ഉണ്ടാവും. ആദ്യം നിന്റെ സംശയം എന്താന്ന് പറ. വേണ്ട, ആദ്യം നിന്റെ സംശയം എന്താണെന്ന് പറ. നീയല്ലേ തുടങ്ങിയത്, നീ തന്നെ ആദ്യം പറയ്. ഇല്ല, നീയല്ലേ ഇടയ്ക്ക് കയറി പറഞ്ഞത്, അപ്പൊ നീ ആദ്യം പറയണം. ഇല്ല, സീനിയേഴ്സാ ഫസ്റ്റ്, നീ തന്നെ പറയ്. ശരി, എന്തായാലും ഞാൻ തന്നെ പറയാം. എനിക്ക് വേദാന്തിന്റെ ഈ വിഷയത്തില് വേറെ എന്തോ ഇന്റൻഷൻ ഉണ്ടോ എന്നൊരു സംശയം പോലെ തോന്നുന്നു. വേറെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ കാര്യം ഭയങ്കര നെഗറ്റീവായിട്ടാ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. നീ എന്താടി ഒരുമാതിരി പൊട്ടിപ്പിള്ളേരെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ഇതിനെല്ലാം ഓരോ റീസൺ ഉണ്ട്. റീസണാ? അതെന്താ ചേച്ചി? ആദ്യം മുതലേ സുഹാസിനി ആന്റിക്ക് ആരതി ചേച്ചി അവരുടെ മരുമകളാവുന്നത് ഇഷ്ടമല്ലായിരുന്നു. കോസ്റ്റ്ലി ആയിട്ട് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് അത് നമുക്ക് നടത്താൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇതിന്ന് മാറുമെന്ന് അവര് കരുതി. അതും നടന്നില്ല. പിന്നെ അടുത്തത് വേദാന്തിന്റെ കല്യാണം എടുത്തിട്ടു, അതും വർക്കായില്ല. ഇത് രണ്ടിലും നമ്മളെ ഹെൽപ്പ് ചെയ്തത് വേദാന്തി ചേട്ടനല്ലേ? നിക്ക് ഒരു മിനിറ്റ് നിക്ക്. ഇത്രയും പ്ലാൻ ഫെയിൽ ആയിട്ടും ആ സുഹാസിനി ആന്റിക്ക് വേറെ എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ചെയ്തൂടെ? എന്ത് മാസ്റ്റർ പ്ലാൻ? അവരുടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നതേ വേദാന്ത. അതായത് അമ്മ മകൻ സെന്റിമെന്റ്സ്. ഓ, ആ സിനിമയിലേതുപോലെ? ഏകദേശം അതുപോലെയൊക്കെ തന്നെയാന്ന് പറയാം. നിന്റെ അമ്മയായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ആ പെൺകുട്ടി എന്റെ മരുമകളായിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ കാര്യവും പറഞ്ഞ് കരഞ്ഞ് നാടകം കളിച്ച് അവനെ വേണമെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാലോ. ശരി, ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതാം. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ വേദാന്ത അഹങ്കാരി അമ്മയുടെ സെന്റിമെന്റ്സിൽ അലിഞ്ഞ് നമ്മുടെ ചേച്ചിയും വിക്കയും തമ്മിൽ പിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ? അദ്ദേഹം വന്ന് അഭിനയിച്ച ഒരേ ഒരു സിനിമ കൊണ്ട് ഇന്ന് ഞങ്ങളെ പോലുള്ള 100 കണക്കിന് ഓട്ടോക്കാർക്ക് ഒരു പ്രചോദനമാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, ഇന്ന് എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും അദ്ദേഹത്തിന്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ പറ്റി പറയാൻ വാക്കുകളുണ്ടാവില്ല. അദ്ദേഹം ഒരു അത്ഭുത നടനാണ്, ഒരു മഹാ സംവിധായകനും കൂടിയാണ്. ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തെ പോലെ ഒരാൾ പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പ്രണയ സിനിമ കടലിനടി ഷൂട്ട് ചെയ്ത് അദ്ദേഹം നമ്മളെല്ലാം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ചില സിനിമകളിലൂടെ അദ്ദേഹം മലയാളികളുടെ ശരിക്കുള്ള ശക്തി എന്താണെന്ന് തെളിയിച്ച് കാണിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഇന്നത്തെ തലമുറ ഏറ്റുപാടുന്നുണ്ട്. അദ്ദേഹം ഒരു നടനായിട്ടും സംവിധായകനായിട്ടും മാത്രമൊന്നുമല്ല, ഒരു ചിന്തകനായിട്ടും ഫേമസാ. ഇന്നത്തെ കാലത്ത് നടക്കുന്ന എത്രയോ കാര്യങ്ങൾ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? അദ്ദേഹം സമയത്തിനേക്കാളും സ്പീഡിലാണ് സഞ്ചരിച്ചിരുന്നത്. പല പാവങ്ങൾക്കും വീട് കെട്ടിക്കൊടുക്കാനും അദ്ദേഹം സഹായിച്ചിരുന്നു. ഇന്ന് ഇവിടെ ഓടുന്ന മെട്രോ ട്രെയിനെ കുറിച്ച് അദ്ദേഹം അന്ന് സ്വപ്നം കണ്ടിരുന്നു, അറിയോ? എല്ലാരും ഫോറിനിൽ നിന്ന് വരുമ്പോ ചോക്ലേറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. എന്നാൽ അദ്ദേഹം വരുമ്പോഴോ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റുമെന്നാ അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്ലബ്ബ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ക്ലബ്ബ് പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കലാകാരന്മാർക്ക് വേണ്ടി സ്റ്റുഡിയോയും നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുമുണ്ട്.
അദ്ദേഹം ഒന്നോ രണ്ടോ ആൾക്കാരല്ല സഹായിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹം എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. ശരിയാ മോനെ, ശരിയാ. ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പോലെ വേണം ജീവിക്കാൻ. മരിച്ചു കഴിഞ്ഞാലും ശരി, ജീവിച്ചിരിക്കുന്നവർക്ക് പ്രചോദനമാവണം. അദ്ദേഹത്തിന് ജയ് വിളിക്ക്, അദ്ദേഹത്തിന് ജയ് വിളിക്ക്, അദ്ദേഹത്തിന് ജയ് വിളിക്ക്, അദ്ദേഹത്തിന് ജയ്. നിനക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ആരതി നിശ്ചയത്തിന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാന്ന് അറിയുന്നതിന് മുൻപ് അവള് നിന്നെ വിശ്വസിച്ച് വരാൻ മാത്രം നീ എന്ത് ചെയ്തു എന്നുകൂടെ നീ ആലോചിക്കണം. ഇതാണ് നിനക്കുള്ള ലെസൺ. ഇതാ ഇപ്പൊ കാര്യം. ഒരു കാര്യം ചോദിക്കുമ്പോ വേറെന്തോ ആണല്ലോ പറയുന്നേ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാ. ചുമ്മാ ചേച്ചി, ഞാൻ അതിഥി ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചപ്പോ അവൾ ചില പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോ അവളുടെ സംശയം ശരിയാണ്, അല്ലാതെ വേറൊരു ചാൻസും ഇല്ല. എന്താ അവളുടെ ഡൗട്ട്? ചേച്ചി ഇത്ര പെട്ടെന്ന് എൻഗേജ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് വിക്കി ചേട്ടൻ വേറെന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോന്ന് കരുതി ആരതി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയി വിക്കി ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിക്കൂടെ എന്ന്. എന്ത് കല്യാണോ? ആ പൊട്ടിക്കാളിക്കല്ലേലും ആ വേദാന്ത് മേനോനോട് ആർക്കും ഇല്ലാത്ത പോലെ ഒരു സോഫ്റ്റ് കോർണർ ആണല്ലോ. അവനെ ഭയങ്കര സൂത്രശാലിയാ. 18 അടവും അവനറിയാം. അവനെ കടത്തി വിട്ടാനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ള വിചാരം അവന്. നിനക്കും ചേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കായതുകൊണ്ട് നിന്റെ കണ്ണിൽ കൂടി മാത്രമേ നീ കാര്യങ്ങൾ കാണുകയുള്ളൂ എന്നാ പറഞ്ഞേ. ആ വേദാന്ത ചേട്ടൻ എത്ര നല്ല മനുഷ്യനാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവൾ എന്നോട് പറഞ്ഞു. എന്നെക്കാളും കൂടുതൽ അവന്റെ കൂടെ നടക്കുന്നത് അവളാണല്ലോ അല്ലേ? ആ പൊട്ടിക്കളിക്ക് അഹങ്കാരിയെ പറ്റി എന്തൊക്കെ അറിയാം പറ. എന്നാലും ചേച്ചി, ചേട്ടന് നമ്മളോടൊരു പരിഗണനയുണ്ട്. പരിഗണനയാണ് പോലും പരിഗണന. എന്റെ വിധി. അവന്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാവയാ. അവനോട് ആടാൻ പറഞ്ഞ അവൻ ആടണം. ഇദ്ദേഹം നമ്മുടെ കൂടെ ഇന്നില്ലായിരിക്കും, എന്നാൽ അവരുടെ പ്രയത്നങ്ങൾ, നേട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഓർമ്മ അതൊരിക്കലും മരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ച പോലെ തോന്നുന്നവർ ധാരാളമുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവർ ഇദ്ദേഹത്തെ പോലുള്ളവർ മാത്രമായിരിക്കും. ക്രിയേറ്റിവിറ്റി, പോസിറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ഐഡിയാസിന്റെ ഒക്കെ മറ്റൊരു പേരാ ഇദ്ദേഹം. ശരിയാ ചേട്ടാ, ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആളെ പറ്റി ഇത്രയൊന്നും അറിയില്ലായിരുന്നു. ഇതൊരു സാമ്പിൾ മാത്രമാണ് വിക്രാന്ത്. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ ചുവടും അത്ഭുതമായിട്ട് നിനക്ക് തോന്നും. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇദ്ദേഹത്തെ പോലെ എല്ലാം നേടിയെടുക്കുന്നതാണ് യഥാർത്ഥ അച്ചീവ്മെന്റ്. നിന്റെ മുന്നിൽ ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നിനക്ക് ഡിസൈഡ് ചെയ്യാം. ഒരുപാട് കഷ്ടപ്പെടുന്നവരാ നിങ്ങൾ. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനും മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടാനും ഒക്കെ എല്ലാവരും നിങ്ങൾ കണക്ട് ചെയ്യുക. നദികൾക്ക് പാലം പോലെയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ എല്ലാവരും ജനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നു. നിങ്ങളുടെ സമയം ചെലവഴിച്ച് എന്റെ അനിയന്റെ ജീവിതത്തിന് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചതിന് എല്ലാവർക്കും താങ്ക്സ്. അദ്ദേഹത്തിന്റെ ഫാൻസായ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതേ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇത്രയും നല്ലൊരു വ്യക്തിയുടെ പേരിൽ ഒരു സ്മാരകം പോലും ഇല്ല എന്നുള്ളതാ ഞങ്ങൾ എല്ലാവർക്കും ഏറ്റവും വിഷമമുള്ള കാര്യം. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ കോടിക്കണക്കിന് ആൾക്കാരുള്ള ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം മാത്രമല്ല, അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഒരു ഫിലിം സിറ്റി തന്നെ ഉണ്ടാകും. ഇദ്ദേഹത്തെ പോലെ തന്നെ ആ ഫിലിം സിറ്റി ഈ ലോകം മുഴുവൻ അറിയപ്പെടും. ഇദ്ദേഹത്തിന്റെ പേര് അനശ്വരമായിരിക്കും. അദ്ദേഹത്തിന് ജയ് വിളിക്ക്, അദ്ദേഹത്തിന് ജയ് വിളിക്ക്. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായത്. എന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയതിന് താങ്ക് യു സോ മച്ച്. ഒരാളൊരു അച്ചീവ്മെന്റ് നടത്തുന്നതിനേക്കാൾ മറ്റുള്ളവരെ അച്ചീവ്മെന്റ് നടത്താൻ സഹായിക്കുന്നവരാ നല്ല മനസ്സുള്ളവര്.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യരുടെ ജീവിതം പഠിക്കണമെന്ന് പറയുന്നത്. യെസ് ചേട്ടാ, യു ആർ റൈറ്റ്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ചുമ്മാ നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോയില്ല എന്ന് അറിയുന്നതല്ലേ. അറിയാം, പക്ഷേ ആരുതേ മുന്നിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് എന്തെന്നാ? നിന്നോട് ഞാൻ പറയുന്നത് നിർത്തി, ഇനി ഉപദേശിക്കില്ല. ഞാൻ പറയേണ്ട പറഞ്ഞു, അത്ര തന്നെ. ഇതെന്ന് നിനക്ക് എന്ത് മനസ്സിലായോ അതുപോലെ ചെയ്തോ. കുറച്ച് മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപേ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. അതുകൊണ്ടാ ഈ വെളുപ്പാൻ കാലത്ത് രണ്ടാളെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന പാവേ അവൻ. അവൻ തുള്ളാൻ പറയുന്ന പോലെ അവൻ തുള്ളും. വിക്കി ചേട്ടന്റെ പ്രേമത്തിന്റെ കാര്യത്തില് വേദാന്ത ചേട്ടൻ ആര് പറഞ്ഞാലും കേൾക്കില്ല ചേച്ചി. ഏയ്, ഇത് അതിഥിയുടെ ഡയലോഗ് അല്ലേ? എന്നാലും ഞാൻ പറയാം, നീ കേക്ക്. അത് നിന്റെ വെറും തോന്നല. അവന്റെ അമ്മ വലിയ അഹങ്കാരിയാ. ആ വേദാന്തം ഉണ്ടല്ലോ, അവനെ ഒരു ഇമോഷണൽ ഫൂളാ. അതും അവന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി അവരുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് പോയാ അത് അവരുടെ വീടിന് മോശമാ. അവള് കാരണം ഇനി ചീത്ത സമയം ഉണ്ടാകുന്നൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി അവനെ പറഞ്ഞ് പറ്റിച്ചു കാണും. ആ പൊട്ടനാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ചും കാണും. ഇതൊക്കെ തന്നെയാ സംഭവിച്ചത്. ഇന്നലെ രാത്രി അവൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. വേദാന്തേട്ടൻ ഇന്നലെ രാത്രി ഫോൺ ചെയ്തിരുന്നോ? എന്നിട്ട് അവൻ എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. അതെയോ? എന്താ പറഞ്ഞേ? ഞാനൊരു തീരുമാനം എടുത്തു. അത് ആരതയുടെ വിക്രാന്തിന് നല്ലതിന് വേണ്ടിയിട്ടാ. നീ ഇപ്പൊ എത്ര അറിഞ്ഞാ മതി. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ അതോ ഇല്ലയോ? ഇതാ സംഭവിച്ചേ. എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? ചേട്ടന്റെ മനസ്സിൽ വേറെന്തെങ്കിലും പ്ലാൻ ആണെങ്കിലോ? സഡൻ ആയിട്ട് നിനക്ക് എന്ത് മാറ്റാൻ സംഭവിച്ചേ? അതോ ആതിഥ്യയെ പോലെ ഏതെങ്കിലും കാറ്റ് നിനക്കും അടിച്ചോ? നീ സംസാരിക്കുന്നത് മുഴുവൻ ആ വേദാന്തനെ സപ്പോർട്ട് ചെയ്തല്ലേ? ചേച്ചി സഡൻ ആയിട്ട് ആ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം പോലും അവൻ തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ചേച്ചിയുമായിട്ടുള്ള ഈ കല്യാണം നടക്കില്ലെന്ന് പറയാൻ വിക്കി ചേട്ടൻ എങ്ങാനും വിളിച്ചുകൊണ്ട് പോയതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതെ അതെ, ഉറപ്പായിട്ട് ഇത് തന്നെയായിരിക്കും അവന്റെ പ്ലാൻ. ശരി, നീ പറയുന്നതിലും പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പിന്നെ വേദാന്ത ചേട്ടൻ എന്തിനാ സപ്പോർട്ട് ചെയ്തത്? എന്താ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. മോനെ വേദാന്തേ, ഡാർലിംഗ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആരാ വന്നേന്ന് നോക്കിക്കേ. ഡാർലിംഗാ? അമ്മമ്മേ, നിങ്ങൾ ഡോറ് പൂട്ടിയില്ലല്ലോ. മറന്നായിരിക്കും അല്ലേ? നമ്മുടെ കയ്യിൽ എന്തുണ്ടായിട്ടാ പൂട്ടിയിടണ്ടേ? അങ്ങനെ കൊണ്ടുപോകാൻ നമ്മുടെ അടുത്ത് ഒന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതം കിളികളുടെ ജീവിതം പോലെയാ. വരവും ചെലവും ഒക്കെ കുറവാ. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങി പോവും. അല്ല മോനെ വേദാന്തേ, എന്താ നിന്ന് സംസാരിക്കുന്നേ? ഇരിക്കുന്നേ. എന്താ മോനെ വേദാന്തേ, ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതം ചോദിക്കണം മുത്തശ്ശ. ഓ, ഇങ്ങേര് പറയുന്നൊന്നും നീ കേക്കണ്ട മോനെ. കഥകെന്താ പൂട്ടാത്തേന്ന് നീ ചോദിച്ചില്ലായിരുന്നോ? ഇതുകൊണ്ടാ. ഇവിടെ നമ്മളെയൊക്കെ കാണാൻ വേറെ ആര് വരാനാ? ഇനി വരുന്നവർക്ക് എപ്പോഴും വരാൻ വേണ്ടിട്ടാ ഞങ്ങൾ എപ്പോഴും ഈ വാതില് ഇങ്ങനെ പൂട്ടാതെ തുറന്നിട്ടിരിക്കുന്നത്.
ഇവരൊക്കെ ആരാ മോനെ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതെന്റെ അനിയൻ വിക്രാന്താണ്. ഇത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ആരതി എന്നാ പേര്. ഓഹോ, ലവ് ബേർഡ്സാ? നോക്ക്, നമ്മളെ പോലെയാ. അപ്പൊ കാര്യങ്ങൾക്കൊരു തീരുമാനമായി. എന്താ മമ്മി പറ്റിയേ? ഇങ്ങേരുടെ ലവിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാ അപ്പ തുടങ്ങും. ഞങ്ങൾ പ്രേമിച്ചോണ്ടിരുന്ന കാലം മുതലുള്ള എല്ലാ കഥയും പറയും. ഇനി എത്ര നിർത്താൻ പറഞ്ഞാലും ഞങ്ങളുടെ ആ പ്രേമത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അത് കേൾക്കാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിലില്ല, നാട്ടിലും ഇല്ല, ഈ രാജ്യത്തെ ഇല്ല. പ്രായം കുറെ ആയി, ജനറേഷൻ ഗ്യാപ്പുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ മക്കൾക്കൊന്നും ഇഷ്ടാവില്ലല്ലോ. മക്കളൊന്നും നമ്മൾ പറയുന്നത് കേൾക്കത്തേ ഇല്ല. കൊച്ചുമക്കളോടൊപ്പം കളിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കൈ പൈസ ഇല്ല. അവരോട് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് കേൾക്കാൻ അവർക്കൊട്ട് സമയവും ഇല്ല. എപ്പോഴും സ്വപ്നം കാണാറുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം കുറവാണ്. ഈ സംഭവങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് ആകെ ബാക്കിയാകുന്നത് തമ്മിലുള്ള പ്രണയങ്ങൾ മാത്രമാ. ആ സ്നേഹമേ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പ്രണയമെന്ന് കേട്ടാൽ തന്നെ ഞാൻ വാചാലമായിട്ട് സംസാരിക്കും. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇങ്ങേര് വാതർന്നാണ്ടല്ലോ നിർത്തില്ല വേദാന്തേ. ഇങ്ങേര് പറഞ്ഞു തുടങ്ങിയ എന്റെ ജീവിതം മുഴുവനും ഒരു സിനിമ കാണുന്ന പോലെ എനിക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അമ്മായി എന്തിനായിരിക്കും ഫോൺ വിളിക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് കുറെ നേരമായി. നിനക്ക് ഇപ്പോഴെങ്കിലും നോക്കാൻ തോന്നിയല്ലോ. സോറി അമ്മായി, ഫോൺ വന്നത് കണ്ടില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അച്ഛനോട് വെറുതെ എന്റെ കല്യാണം എവിടെ വെച്ച് നടത്തുമെന്നൊക്കെ ചോദിക്കായിരുന്നു. നീ കൊള്ളാലോ. ഞാനാ ഫാസ്റ്റ് എന്ന് കരുതിയിരുന്നപ്പോ നീ എന്നെ ഓവർടേക്ക് ചെയ്തു അല്ലേ? താങ്ക് യു അമ്മായി. എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. വീട്ടിലേക്ക് വാ. വൗ, ഡെഫിനറ്റ്ലി അമ്മായി. ഇപ്പൊ തന്നെ വരട്ടെ? വൈ നോട്ട്? വന്നോ. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ എത്താം. വൗ, അമ്മായി സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതെന്തായാലും ഒരു സ്പെഷ്യൽ സംഭവമായിരിക്കും. അമ്മായിയുടെ ശബ്ദത്തിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാനിന്ന് എന്താ ഇടുക? I'll wear something good. അല്ല, എത്ര വർഷമായി പ്രേമം തുടങ്ങിയിട്ട്? ഡാർലിംഗ്, നമ്മളിപ്പോ എത്ര വർഷമായി? ഇന്നും കൂടെ ചേർന്നിട്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 53 വർഷവും 8 ദിവസവും. ദിവസം വരെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടോ? ഇത് ദിവസം മാത്രമല്ല മോനെ, ഞാനും ഇവളും കൂടി ചെലവഴിച്ച ഓരോ നിമിഷത്തിന്റെയും കണക്കാണിത്. ഒരു തവണ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രണയം എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. പരസ്പരം നിങ്ങൾ പ്രണയിക്കുമ്പോ തമ്മിലുള്ള വിശ്വാസമാണ് പ്രണയത്തിന്റെ ശരിയായ അർത്ഥം. ആരെന്തു പറഞ്ഞാലും എന്ത് തന്നെ ഇവിടെ സംഭവിച്ചാലും എനിക്ക് നീയും നിനക്ക് ഞാനും എന്നാണ് അർത്ഥം.